ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടി നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സുനന്ദയുടെ വിവാഹ നിശ്ചയമാണെന്നറിഞ്ഞ സുഭാഷ് സുനന്ദയെ നഷ്ടപ്പെടുന്നതോർത്ത് വേദനിക്കുകയാണ്. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും സുഭാഷിന്റെ മനസ്സിൽ സുനന്ദയാണ്. സുധീഷും നിധിയും ഹരീഷും നികേഷും എല്ലാം സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സുഭാഷിന്റെ കയ്യിൽ നിന്നും പാത്രം താഴേക്ക് വീഴുകയാണ്. ശബ്ദം കേട്ട് എന്തുപറ്റി സുഭാഷ് ഏട്ടാന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും അവിടെ കൂടി വരുന്നു. സുഭാഷ് പറയുന്നു, ഞാൻ പാത്രങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ കയ്യിൽ നിന്നും തന്നെ പാത്രങ്ങൾ താഴേക്ക് വീണു. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ വയ്ക്കോ, ഞാൻ ഇതെല്ലാം എടുത്തു വെക്കാം. സുഭാഷ് പറയുന്നു, വേണ്ട മോളെ, കുഴപ്പമൊന്നുമില്ല. സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ് എന്റെ കൂടെ വാ. സുഭാഷ് പറയുന്നു, എടാ എനിക്ക് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. സുധീഷ് പറയുകയാണ്, അതൊക്കെ അവര് നോക്കിക്കോളും, സുഭാഷ് ഏട്ടൻ എന്റെ കൂടെ വാ. അങ്ങനെ സുഭാഷിനെയും കൂട്ടി പുറത്തേക്ക് പോകുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, എന്തുപറ്റി സുഭാഷ് ഏട്ടാ? അപ്പോ സുഭാഷ് പറയുകയാണ്, എന്താണെന്ന് അറിയത്തില്ലടാ, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ എന്റെ കൂടെ വാ, ഒരു പെഗ് അടിച്ചാ ഇതെല്ലാം ശരിയാകും. സുഭാഷ് പറയുകയാണ്, ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ, നിന്നോട് കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നീ എന്നെ കുടിപ്പിക്കാൻ നോക്കുകയാണോ? സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടന് എന്നും കള്ളു കുടിക്കാൻ പോവുകയാണോ? അല്ലല്ലോ, ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ സുഭാഷ് ഏട്ടൻ കുടിക്കുക? മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും, പറയുന്നത് കേൾക്ക്. സുഭാഷ് പറയുന്നു, നീ എന്താടേ പറയുന്നത്? എനിക്കങ്ങ് വേണ്ട. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ബഹളം വെക്കാതെ, ഞാൻ പറയുന്നത് കേൾക്ക്. പുറത്ത് ഭാസ്കറിന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾ എടുക്കുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു, ഇത് അച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു, അച്ഛൻ ഇത് കണ്ടാൽ ബഹളം വയ്ക്കുവേ. മദ്യം എടുത്തു കൊടുത്ത് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കുടി. സുഭാഷ് പറയുകയാണ്, എനിക്ക് വേണ്ട, തെറ്റാടാ ഇത്. സുഭാഷ് ഏട്ടാ കുടിക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സുഭാഷിനെ കള്ളു കുടിപ്പിക്കുകയാണ് സുധീഷ്. ശേഷം എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ഒന്നും അറിയില്ലടാ. എന്താടാ ഇത് വെള്ളം പോലെ ഇരിക്കുന്നത്? സുധീഷ് പറയുകയാണ്, അത് വെള്ളം പോലെയല്ലേ ഇരിക്കുക, ഒരു 2 മിനിറ്റ് കഴിയുമ്പോ നോക്കിക്കോ, പിന്നെ എല്ലാ വിഷമവും പറന്നു പോകും. അങ്ങനെ സുധീഷ് വീണ്ടും സുഭാഷിനെ മദ്യം കുടിപ്പിക്കുകയാണ്. ആരെങ്കിലും വരുമെന്ന് പറഞ്ഞ സുഭാഷ് ചുറ്റും നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കുടിക്ക്. സുഭാഷ് മദ്യം വാങ്ങി കുടിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അറിയില്ലടാ, വീട്ടിലേക്ക് വന്നപ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു, അതിപ്പോ പോയി. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ എന്താണെങ്കിലും അതെന്നോട് പറ, ഞാൻ കേൾക്കാം. സുഭാഷ് പറയുന്നു, എന്റെ മനസ്സിൽ ഒരുപാടുണ്ടടാ, ഞാൻ ആരോടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ എന്നോട് പറ, ഞാൻ കേൾക്കാം. സുഭാഷ് പറയുന്നു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എന്റെ പ്രണയം തുറന്നു പറയുന്നതിന് മുമ്പേ അവൾ ഈ നാട് വിട്ടുപോയി. പിന്നീട് ഞാൻ ജോലിക്ക് പോകുന്ന വഴിയില് ഒരു പെൺകുട്ടി എന്നെ തന്നെ നോക്കി നിൽക്കും. അന്ന് എനിക്കൊരു 20 വയസ്സുണ്ടാകും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നില്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ കണ്ടു അവളുടെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ ഒപ്പം ബസ്സിൽ പോകുന്നത്. പിന്നീട് എന്റെ ജീവിതത്തിലേക്ക് സുനന്ദ വന്നത്. അവള് നല്ല പെൺകുട്ടിയാ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാ. സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് എന്റെ പിന്നാലെ നടക്കും. അവള് കുറച്ചു നാളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതേ ഇല്ല. എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുവാ. പാവാടാ അവള്. ഞാൻ തന്നെ അവളോട് പറഞ്ഞു, ഇനി ഈ വീട്ടിലേക്ക് വരരുതെന്ന്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാ, എല്ലാം അവളുടെ അച്ഛൻ കാരണമാ. അയാൾ ആരാണെന്ന് അയാളുടെ വിചാരം? സുഭാഷിന്റെ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന നിധിയും ഹരീഷും നികേഷും അവരെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, എനിക്ക് എന്തിന്റെ കുറവാടാ? നമ്മുടെ വീടിന് എന്ത് കുറവുണ്ട്? ഞാൻ അവളെ പൊന്നുപോലെ നോക്കില്ലേ? ഇവിടെ സുനന്ദ സന്തോഷമായിട്ട് ജീവിക്കില്ലേ? ഇപ്പൊ സുനന്ദയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നടക്കാൻ പോകുന്നു. പാവം അവള്. എനിക്ക് വേണ്ടി നമ്മൾ പെണ്ണ് കാണാൻ പോകാറില്ലായിരുന്നു. പെണ്ണ് കണ്ടിട്ട് വരുമ്പോൾ സുനന്ദ ഇവിടേക്ക് വന്ന് പെണ്ണ് കാണലിനെ കുറിച്ച് ചോദിക്കും. ഓരോ തവണയും ബന്ധം ഉറച്ചിട്ടില്ല എന്നറിയുമ്പോൾ അവളുടെ കണ്ണുകളിലുണ്ടാകുന്ന ആ തിളക്കം ഞാൻ കണ്ടതാ. അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു, ഇവളാണ് ശരിക്കും നിന്റെ പെണ്ണെന്ന്. അങ്ങനെ സുഭാഷ് സുധീഷിന്റെ അരികിലേക്ക് ഇരുന്ന് ബഹളം വെച്ച് സംസാരിക്കുകയാണ്. ഇത് കണ്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ് നിധി. സുഭാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തു പറ്റി സുഭാഷ് ഏട്ടാ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, വാ മോളെ. നിധി, സുധീഷ് ഈ വീടിന്റെ മഹാലക്ഷ്മിയാണ് നിധി, മോൾ അകത്ത് വയ്ക്കോ, നിന്നെ ആരും ഒന്നും പറയില്ല. ഇങ്ങനെ ഒരു വീട്ടിൽ നീ താമസിക്കുന്നില്ലേ ഞങ്ങളുടെ ഒപ്പം? അതിന് ഞങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. മോളെ നീ പോയി റെസ്റ്റ് എടുക്ക്. നിധി, ഇവൻ നല്ല പയ്യനാ. അരികിലേക്ക് ചെന്ന മദ്യക്കുപ്പി എടുത്ത് നോക്കിക്കൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്താ ഇത്? സുഭാഷ് ഏട്ടനെ കുടിപ്പിച്ചോ? സുഭാഷ് ഏട്ടൻ ഇതൊന്നും ശീലമില്ലാന്ന് സുധീഷ് ഏട്ടൻ അറിയില്ലേ? സുഭാഷ് പറയുന്നു, സുധീഷിനെ വഴക്ക് പറയലടാ, അവന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ, എന്തിനാ സുധീഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്തത്? മിണ്ടാതിരിക്കടാ വാദം പറഞ്ഞ മദ്യക്കുപ്പിയുമായി ഹരീഷിനെയും കൂട്ടി നിധിയുടെയും നികേഷിന്റെ അരികിലേക്ക് പോവുകയാണ് സുധീഷ്. സുഭാഷ് ഏട്ടാ സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. തുടർന്ന് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടന് ഞാൻ മദ്യമൊന്നും കൊടുത്തില്ല, വെള്ളം കുടിച്ചിട്ടാ സുഭാഷ് ഏട്ടൻ ഈ ബഹളം വെക്കുന്നത്. സുഭാഷ് ഏട്ടന്റെ മനസ്സാ ഫിറ്റായിരിക്കുന്നത്, കഴിച്ചത് മദ്യമാണെന്നുള്ള വിശ്വാസം. സംശയമുണ്ടെങ്കിൽ ഞാൻ കുടിച്ചു കാണിക്കാന്ന് പറഞ്ഞ് അത് കുടിക്കുകയാണ് സുധീഷ്. നീ കുടിച്ചു നോക്ക്. അത് കുടിച്ചു നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, ഇത് വെള്ളമാ. മറ്റൊരു കുപ്പി ഓപ്പൺ ചെയ്ത് കാണിച്ച് സുധീഷ് പറയുന്നു, ഇതെന്താണെന്ന് നോക്ക്. ഹരീഷ് പറയുകയാണ്, മദ്യമാ. സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ മനസ്സിലായോ? ഇത് വെള്ളം, ഇത് മദ്യം. സുഭാഷ്
സുഭാഷേട്ടന് ഞാൻ കൊടുത്തത് വെള്ളമാ. അച്ഛൻ എന്നെ വിശ്വാസമായതുകൊണ്ട് തീർന്ന മദ്യക്കുപ്പിയിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പോയതാ. ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് കുടിക്കുമെന്ന് നികേഷ് ചോദിക്കുന്നു. അപ്പോ വെള്ളം കുടിച്ചിട്ടാണോ സുഭാഷേട്ടൻ ഇത്ര ബഹളം വെക്കുന്നത്? സുഭാഷ് ഉറക്കെ പറയുന്നു. അവൻ എന്നെ കുടിപ്പിച്ചില്ലടാ. സുധീഷ് പറയുകയാണ്. സുഭാഷേട്ടാ, ഇവിടെ ഒരു പ്രശ്നമില്ല. സുഭാഷേട്ടൻ മദ്യം കുടിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ വരാമേ. നികേഷ് പറയുകയാണ്. ഏട്ടത്തി, സുഭാഷേട്ടൻ മദ്യം കുടിച്ച് ബോധം കെട്ടില്ല, വെള്ളം കുടിച്ച് ബോധം കെട്ടിരിക്കുകയാണ്. ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു. സുഭാഷേട്ടാ, കുഴപ്പമൊന്നുമില്ല. സുഭാഷേട്ടൻ കുടിച്ചത് ഇച്ചിരി ഓവറായി പോയി. സുഭാഷ് പറയുന്നു. എടാ ഹരീഷേ, നികേഷേ, ഇവിടെ വാടാ. അവർ അരികിലേക്ക് വരുമ്പോൾ സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. സുഭാഷേട്ടൻ വാ, നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിനെ താങ്ങി പിടിക്കുകയാണ്. ഹരീഷും നികേഷും കൂടി സുഭാഷിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സുധീഷ് പറയുന്നു. നോക്കി കൊണ്ടുപോണേടാ. സുഭാഷ് പറയുന്നു. നിധി മോളെ വാ. സുധീഷ് പറയുകയാണ്. നിധി ഇപ്പൊ വരും. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്. കണ്ടില്ലേ, അത്രേ ഉള്ളൂ, ഇത് മതി സുഭാഷേട്ടന് റിലാക്സ് ആകാൻ. സുഭാഷ് ഉറക്കെ സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു. ദാ വരുന്നു സുഭാഷേട്ടാ, ഇന്ന് ഞങ്ങൾക്ക് ശിവരാത്രിയാ. നിധി പോയി കിടന്നുറങ്ങിക്കോ. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി. തുടർന്ന് സുനന്ദയുടെ വീട്ടിൽ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. രാവിലെ സുനന്ദയെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി അടുക്കള വാതിലിന്റെ അരികിൽ ഇരിക്കുകയാണ് സുഭാഷ്. റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന നിധി സുനന്ദയുടെ വീട്ടിൽ നിന്നും പാട്ട് കേട്ട് സുധീഷിനോട് ചോദിക്കുന്നു. എന്താ ഇത്? എന്തൊരു ബഹളമാ? സുധീഷ് പറയുന്നു. ഇന്ന് സുനന്ദയുടെ വിവാഹ നിശ്ചയമല്ലേ, മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിൽ വരെ കേൾക്കാൻ വേണ്ടിയാ ഇത്ര ഉറക്ക വെച്ചിരിക്കുന്നത്. വിഷമത്തോടുകൂടി ഇരിക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് നിധി ചോദിക്കുന്നു. സുഭാഷ് ഏട്ടൻ എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? സുഭാഷ് പറയുന്നു. അതൊന്നുമില്ല മോളെ, ചുമ്മാ തിരിക്കുകയായിരുന്നു. പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാ. നല്ല പാട്ടുകളാ വെച്ചിരിക്കുന്നത്, അത് കേട്ട് അങ്ങനെ ഇരുന്നതാ. നിധി ചോദിക്കുന്നു. സുഭാഷ് ഏട്ടൻ വിഷമിച്ചിരിക്കുന്നത് പോലെ തോന്നി. ഇന്ന് സുനന്ദയുടെ എൻഗേജ്മെന്റ് അല്ലേ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു. എനിക്കറിയാം മോളെ, അവരുടെ വീട്ടില് നല്ലൊരു പയ്യനെ ആയിരിക്കും കണ്ടുപിടിച്ചിരിക്കുന്നത്. അവള് സുഖമായിട്ട് ജീവിക്കട്ടെ. ഇത് കേട്ടുകൊണ്ട് സുധീഷും നികേഷും അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു. ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു, വാ നമുക്ക് അകത്ത് പോകാം. അങ്ങനെ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുകയാണ് സുഭാഷ്. തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ച ഹോളിൽ നിൽക്കുന്ന സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ് നിധിയും സുധീഷും നികേഷും. അവരെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയുന്നു. ഞാൻ ജോലിക്ക് പോവാടാ. ഇന്ന് എന്ത് ജോലിയാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്. സുധീഷേ, ഒരു ജോലി ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. നികേഷ് പറയുകയാണ്. സുഭാഷേട്ടാ, ഇന്ന് സൺഡേയാ, ഇന്ന് എന്ത് ജോലിയാ? സുഭാഷേട്ടാ ഞായറാഴ്ച ജോലിക്ക് പോകാറില്ലല്ലോ. സുഭാഷ് പറയുന്നു. എടാ, ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാൻ പോയിട്ട് ഉടനെ വരാം. അങ്ങനെ സുഭാഷ് റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ബംഗാളി ചേട്ടൻ. സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. ചേട്ടൻ സുഭാഷിനെ അന്വേഷിക്കുമ്പോൾ സുധീഷ് പറയുന്നു. സുഭാഷ് ചേട്ടൻ അകത്തുണ്ട്. പയ്യ, ഇന്ന് സൈറ്റിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ? ചേട്ടൻ പറയുകയാണ്. ഇല്ല, ഇന്ന് ഒരു ജോലിയില്ല. സുധീഷ് പറയുന്നു. ശരി പയ്യ, സുഭാഷ് ചേട്ടനോട് പയ്യ വിളിക്കാൻ പറയാം. ഓക്കെ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. നിധി ചോദിക്കുന്നു. എന്താ പറഞ്ഞത്? സുധീഷ് പറയുകയാണ്. നിധി, ഇന്ന് സൈറ്റിൽ ജോലിയൊന്നുമില്ല. സുഭാഷ് ചേട്ടൻ ഇവിടെ ഇരിക്കാൻ വയ്യാതെ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണ്. ഡ്രസ്സ് മാറി സുഭാഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു. സുഭാഷ് ചേട്ടൻ എന്തിനാണ് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. അവിടെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, അതിന് നമുക്കെന്താ? നികേഷ് പറയുന്നു. സുഭാഷ് ചേട്ടനെ ഇവിടെ ഇരിക്കാൻ വയ്യെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോകാം. ബീച്ചിൽ പോകാം, അല്ലെങ്കിൽ ഫുഡ് കോർട്ടിൽ പോകാം. പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് വരാം. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു. എന്താടാ ഇവിടെ വട്ടമേശ സമ്മേളനം? ഇതില് ചിക്കൻ ഉണ്ട്, പാതി ബിരിയാണി ഉണ്ടാക്ക്, ബാക്കി പാതി നന്നായി മസാല തേച്ച് വറുത്തെടുക്ക്. എന്താ പിടിക്ക്. ഭാസ്കരന്റെ കയ്യിൽ നിന്നും അത് വാങ്ങുകയാണ് സുഭാഷ്. നികേഷ് പറയുന്നു. സുഭാഷ് ഏട്ടൻ ഏത് മൂഡിലാ ഇരിക്കുന്നതെന്നറിയാതെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് പാചകം ചെയ്യാൻ പറഞ്ഞിരിക്കുക. സുധീഷ് ചോദിക്കുന്നു. ഇവിടെ എന്താ ഞങ്ങൾ ഹോട്ടൽ നടത്തുന്നുണ്ടോ? എപ്പോഴും സുഭാഷ് ഏട്ടനോട് പാചകം ചെയ്യാൻ പറയാൻ. ഭാസ്കരൻ ചോദിക്കുന്നു. എന്ത് മൂഡ്? ഇവിടെ ആരെങ്കിലും ചത്തുപോയോ? എല്ലാവരും ജീവനോടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ, നീ അതെല്ലാം ഉണ്ടാക്കി വെക്കടാ. അങ്ങനെ ഭാസ്കരൻ അവിടെ വന്ന് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്. ഇങ്ങനെ ഞാനുണ്ടല്ലോ. സുഭാഷ് പറയുന്നു. വേണ്ടട സുധീഷേ, പാവം ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. നിധി പറയുന്നു. വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ഉണ്ടാക്കാം. സുഭാഷ് ഏട്ടൻ റെസ്റ്റ് എടുക്ക്. കണ്ണു തള്ളി സുധീഷ് ചോദിക്കുന്നു. നിധിയോ? നിധി പറയുകയാണ്. എനിക്കെന്താ, ഞാൻ പാചകം ചെയ്യാൻ പോവുക. നികേഷ് എന്നെ ഹെൽപ്പ് ചെയ്യും. നികേഷ് പറയുന്നു. ഏട്ടത്തിക്ക് നന്നായി പാചകം അറിയില്ല, എനിക്കും അറിയില്ല. പിന്നെ എങ്ങനാ? നിധി പറയുകയാണ്. അതൊക്കെ നമുക്ക് നോക്കാവടാ. ഇന്ന് സുഭാഷ് ഏട്ടൻ റെസ്റ്റ് എടുക്കട്ടെ. വേണ്ട മോളെ, ഞാൻ ഉണ്ടാക്കാമെന്ന് സുഭാഷ് പറയുമ്പോൾ അതിങ്ങി താന്ന് പറഞ്ഞ് സുഭാഷിന്റെ കയ്യിൽ നിന്നും ചിക്കൻ വാങ്ങിച്ച് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. നിധി സന്തോഷത്തോടു കൂടി അടുക്കളയിലേക്ക് പോകുമ്പോൾ സുഭാഷിനെയും കൂടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. തുടർന്നുള്ള റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.